നമസ്തേ. വിഷയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. വ്യസനം അവിടുത്തെ ചില കക്ഷികളുടെ കൂട്ടുചേരലുകൾ തന്നെയാണ്. ഇവിടെ നിന്ന് ജയിച്ചു വരുന്നത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, നിയമസഭാ സാമാജികനായി അധികം നാൾ ഇരിക്കാനുള്ള യാതൊരു കാലഘട്ടവും ഇല്ല. പുതിയൊരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എങ്കിലും ഇരു കക്ഷികളും വളരെ വാശിയേറിയ മത്സരങ്ങളാണ്. അത് നടക്കട്ടെ. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വാശിയേറിയ മത്സരങ്ങൾ വേണം, വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഗോത. അവിടെയെല്ലാം വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതെല്ലാം നല്ല കാര്യം തന്നെയാണെങ്കിലും ഇവിടെ അതിനൊക്കെ അപ്പുറം നടക്കുന്നത് ചില തീവ്രവാദ സഖ്യത്തിൻ്റെ ഒരു കേന്ദ്രഭാവമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആമുഖം കുറിക്കുന്നത് നിലമ്പൂരിൽ നിന്നായിരിക്കും. പഴയ കാലഘട്ടങ്ങളിൽ വളരെ ഒളിഞ്ഞും മറഞ്ഞും മാത്രം സേവ ചെയ്തിരുന്ന പല തീവ്രവാദ സംഘടനകളുമായി കൂടിച്ചേർന്നുകൊണ്ട് പരസ്യമായ നിലപാടെടുക്കാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണിപ്പോൾ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2011 ജമായത്തെ ഇസ്ലാമിയുടെ കേരള അമീറുമായിട്ട് പരസ്യമായിട്ട് അവരുടെ സ്വീകരിക്കുക രഹസ്യമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്ന് പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് രഹസ്യമായി ആലപ്പുഴയുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ചകൾ നടത്തിയിരുന്നു, അവരുടെ സഹായം വാങ്ങിച്ചിരുന്നു എന്ന് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ പരസ്യമായി പറയുമ്പോൾ തള്ളിപ്പറയാനായിട്ട് ഇന്ന് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ വർഷങ്ങളായി ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ തീവ്രവാദ സംഘടനകളെക്കുറിച്ച് നമുക്കറിയാം. ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ നിലപാടുള്ള ഒരു തീവ്രവാദ സംഘടന തന്നെയാണ്. പലപ്പോഴും റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ബംഗ്ലാദേശിലും ഒക്കെ നിരോധിക്കപ്പെട്ടിട്ടുള്ള, ഇന്ത്യയിൽ കാശ്മീരിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് ജമായത്തെ ഇസ്ലാമി. ശരീഅത്ത് നിയമം പ്രകാരമുള്ള ഒരു ഇസ്ലാമിക സമൂഹം ഉണ്ടാകണമെന്ന് തീവ്രമായി വാദിക്കുന്ന ഒരു സംഘടനയാണ്. ജനാധിപത്യ വ്യവസ്ഥയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമുള്ളവരല്ല. അവരുടെ ഒരു ചാനലാണ് നമുക്ക് മീഡിയ വൺ അറിയാം. മീഡിയ വണ്ണും ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കും ദേശദ്രോഹപരമായിട്ടുള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്തതിൻ്റെ പേരിൽ കുറച്ച് നാൾ അടച്ചുപൂട്ടി വീട്ടിയിരിക്കേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ സംഘടനയുമായി ചേർന്നുകൊണ്ടാണ് ഇന്ന് UDF ഇവിടെ ഇലക്ഷനെ നേരിടുന്നത്. അതേസമയം തന്നെ ഇടതുപക്ഷം വളരെ പരസ്യമായി കൈകോർക്കുന്നത് ജനങ്ങളോടും പാർട്ടി അണികളോടും വെല്ലുവിളിച്ചുകൊണ്ട് അവർ കൈകോർക്കുന്നത് PDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. PDP നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയായി കാണാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ മുൻഭാവം എന്താണെന്ന് നമുക്കറിയാം. ISS എന്ന് പറയുന്ന രാജ്യദ്രോഹ വിധ്വംസക പ്രവർത്തനത്തിന് വേണ്ടി രൂപീകരിച്ചൊരു സംഘടന നിരോധിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ മുഖംമൂടി വലിച്ചണിഞ്ഞ് PDP ആയി മാറി എന്നല്ലാതെ അതിൻ്റെ നേതാവിനെ അറിയാം. ആ നേതാവ് എന്തിനാണ് ജയിലിൽ കിടന്നതെന്നറിയാം. ഇതിൻ്റെ താത്വിക ആചാര്യനും ചെയർമാനും അതുപോലെ സ്ഥാപകനുമൊക്കെയായ നേതാവ് രാജ്യദ്രോഹ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ഈ രാജ്യത്തിൻ്റെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ആരാധ്യൻ ലാൽകൃഷ്ണ അദ്വാനിയെ വധിക്കാൻ ശ്രമിച്ചതിന് ബോംബെ ബോംബ് സ്ഫോടനത്തിൽ, അതുപോലെ തന്നെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ, അങ്ങനെ രാജ്യദ്രോഹ വിധ്വംസക പ്രവർത്തനങ്ങളെല്ലാം നടത്തി ഈ രാജ്യത്തെ ജനങ്ങളെയും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി രൂപീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് PDP. ആ PDPയുമായി ഇടതുപക്ഷം പരസ്യമായി കൈകോർക്കുന്നു. അതായത് ഇത്രയും നാൾ ഇടതുപക്ഷം പരസ്യമായി സ്വീകരിച്ചുകൊണ്ടിരുന്ന പല നിലപാടുകളും തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരുടെ രാഷ്ട്രീയ മര്യാദകളെ എല്ലാം തന്നെ അതിലംഘിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് LDF. അതേസമയം തന്നെ അതിൻ്റെ നാണയത്തിൻ്റെ മറ്റൊരു വശമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായി കൈകോർത്തുകൊണ്ട് UDFും ഒരു ഭാഗത്ത്. പിന്നെ അതിതീവ്ര പാർട്ടി എന്ന് നമുക്ക് പറയുന്ന, എന്നാൽ ഇവിടുത്തെ ഓട്ടോറിക്ഷയിൽ പോലും യാത്ര ചെയ്യാൻ മാത്രമുള്ള പ്രവർത്തകരില്ലാത്ത ഹിന്ദു മഹാസഭ എന്ന ഒരു സംഘടന ഇപ്പോൾ വളരെ രസകരമായി LDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും വേണ്ട എന്ന് LDF പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം തീവ്രവാദ നിലപാടുള്ള കൂട്ടുചേരലുകളുടെ ഒരു വേദിയായി, അരങ്ങായി മാറുകയാണ് നിലമ്പൂർ. പണ്ട് കാലത്ത് രഹസ്യമായിട്ട് രണ്ട് കക്ഷികളും എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മഹാരാജാസ് കോളേജിൽ ഈ തീവ്രവാദ സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ കുത്തേറ്റ് മരിച്ച അഭിമന്യു എന്ന് പറയുന്ന അവരുടെ തന്നെ സഖാവായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് യഥാസമയം അവർക്കൊരു നീതി ലഭിക്കാൻ പോലും, നീതി വാങ്ങിക്കൊടുക്കാൻ പോലും ഈ സർക്കാരിനെ കൊണ്ട് സാധിച്ചില്ല. പ്രതികളെ കൃത്യമായി പിടികൂടാൻ സാധിച്ചില്ല. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഒരു സഹായകരമാകാൻ വേണ്ടി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ സഹായിക്കുന്നത്. പലപ്പോഴും ഭാരതത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന ബോംബ് സ്ഫോടന പ്രവർത്തനങ്ങൾക്കും വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ഒളിവിലിരിക്കുന്ന പ്രതികളെ പിടികൂടുന്നത് ഈ ഒരു
സംസ്ഥാനത്ത് നിന്നാണ്. ഇവിടെയാണ് സുഖകരമായിട്ട് അവർക്ക് ഇവിടെ ഒളിവിലിരിക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സ്ഥലത്തും പറ്റാത്ത സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, തീവ്രവാദ സംഘടനകളും തീവ്രവാദ ശക്തികളുമായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഈ രണ്ട് മുന്നണികൾക്കുമുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ എന്താണ് എന്നറിയാൻ പറ്റും. പക്ഷേ ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആമുഖം എഴുതപ്പെടുന്നത് ഇവിടെ നിന്നാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ പരസ്യ നിലപാടോടുകൂടി ഘടകകക്ഷികളെ പോലെ ചേർന്ന് പ്രവർത്തിക്കാൻ ഈ തീവ്രവാദ സംഘടനകളെ കൂട്ടിച്ചേർക്കും ഈ ഇന്നു മുന്നണികളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക്, ഭയാനകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലേക്ക് വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിന് നാന്ദി കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ അവിശുദ്ധ കൂട്ടുകൾ തുറന്നെഴുതപ്പെടേണ്ടതാണ്, തുറന്ന പുസ്തകം പോലെ വായിക്കപ്പെടേണ്ടതാണ്. വരാൻ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. കാരണം ഇവിടെ ജയിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ആയിരിക്കില്ല, മറിച്ച് ഒരു തീവ്രവാദ സംഘടനയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.